തീർച്ചയായും ഈ മണിക്കൂറിൽ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് നിതിന്റെ മരണത്തിന് തൊട്ട് മുമ്പ്, അതായത് 25 മിനിറ്റ് മുമ്പ് എന്താണ് പ്രിൻസിപ്പളിന്റെ റൂമിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. ആ പ്രിൻസിപ്പളിന്റെ റൂമിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേരള വിഷൻ ന്യൂസിന്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ കുടുംബമടക്കം ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന കാര്യമാണ് പ്രിൻസിപ്പളിന്റെ റൂമിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഈ നിതിൻ ഈ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിനടക്കം ലഭിച്ചിരുന്നു. പക്ഷേ എന്താണ് ഈ മുറിക്കകത്ത് നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഈ അധ്യാപകർ അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും. 4 അധ്യാപകർ, പ്രിൻസിപ്പൾ അടക്കം 4 അധ്യാപകർ ഉണ്ട്. നിതിൻ അവിടെയുണ്ട്. നിതിന്റെ ഫോൺ അധ്യാപകർ പരിശോധിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അധ്യാപകരടക്കം പറയുന്നത്, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിൽ അവിടെ ഒരു അധ്യാപികയുടെ നമ്പർ നിതിൻ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ലോൺ ആപ്പിൽ നിന്ന് ഈ ടീച്ചറെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിതിനെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയത്. നിതിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടില്ല, ഫോൺ അവിടെ വെച്ചിട്ട് നിതിൻ പോവുകയായിരുന്നു എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൾ അടക്കം നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഒരു തരത്തിലും അവിടെ നിതിനെ മാനസികമായി തളർത്തുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതടക്കമാണ് അന്ന് ഈ പ്രിൻസിപ്പൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ആരോപണത്തിന് മറുപടി നൽകിയത്. അപ്പോഴും ഈ ദൃശ്യങ്ങൾ എവിടെ എന്നുള്ള കാര്യം ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ 3 അധ്യാപകരാണ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രിൻസിപ്പൾ അതിലുണ്ട്. അതുപോലെ തന്നെ ഈ നിതിന്റെ ഫോൺ പരിശോധിക്കുന്നത് ഇപ്പോൾ പ്രിൻസിപ്പളാണ്. ആ ഫോൺ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ആദ്യം അധ്യാപികയുടെ ഫോണിലേക്ക്, ലത അവരുടെ ഫോണിലേക്ക് ഈ കോള് വരുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. അതിനുശേഷമാണ് നിതിൻ അവിടേക്ക് വരുന്നത്. ആദ്യത്തെ ദൃശ്യങ്ങളിൽ ഈ അധ്യാപകർ മാത്രമാണ് ഉള്ളത്. അതിനിടയിൽ ഒരു കോൾ വരുന്നു. അപ്പോൾ ആ അധ്യാപിക പറയുന്നുണ്ട്, ഇതാ ഈ നമ്പറിൽ നിന്നാണ് ഇങ്ങനെ കോളുകൾ വരുന്നത് എന്ന് പറയുന്നു. ഒരു അധ്യാപകൻ അപ്പോൾ ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് നിതിൻ ആ മുറിയിലേക്ക് വരികയും നിതിന്റെ ഫോൺ വാങ്ങിയ ശേഷം പരിശോധിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നേരത്തെ കോളേജ് പറഞ്ഞത്, ഇത്തരത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഫോൺ പരിശോധിച്ചപ്പോൾ, നിതിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഈ അധ്യാപികയുടെ നമ്പർ അതിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിതിന്റെ ഫോണിലേക്ക് ഈ അധ്യാപികയ്ക്കും ഈ ഭീഷണി വന്നത് എന്നുള്ളതാണ്. പക്ഷേ നിതിന്റെ കുടുംബം പറയുന്നത് അങ്ങനെയല്ല, ഈ ഫോൺ ഈ ഹാക്ക് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സന്ദേശങ്ങൾ വന്നത് എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നിതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഈ സംഭവം കഴിഞ്ഞ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന 25 സംഭവങ്ങൾക്ക് ശേഷം 25 മിനിറ്റ് മാത്രമാണ് നിതിൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. വളരെ സങ്കടത്തോടെ ഈ മുറിയിൽ നിന്ന് നിതിൻ ഇറങ്ങിപ്പോവുകയും പിന്നീട് 25 മിനിറ്റിന് ശേഷം ആ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി സ്വയം ജീവനൊടുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ മാനസികമായി അവിടെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വലിയ അവഹേളനവും പീഡനവും ഒക്കെ നിതിൻ നേരത്തെ മുതൽ തന്നെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അത് നിതിൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ ഈ റാം എന്ന അധ്യാപകനടക്കം ക്രൂരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും നിതിൻ പിടിച്ചു നിന്നിരുന്നു. പക്ഷേ ഈ സംഭവത്തിന് ശേഷമാണ് നിതിൻ മരണത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിർണായകമായ CCTV ദൃശ്യങ്ങൾ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നത്, ഈ ദൃശ്യങ്ങൾ പുറത്തുവിടണം, എന്താണ് പ്രിൻസിപ്പളിന്റെ റൂമിൽ നടന്നതെന്ന് തങ്ങൾക്ക് അറിയണം എന്താണെന്നുള്ള. ഈ പ്രിൻസിപ്പൾ പറയുന്നത് പോലെ അല്ല, അങ്ങനെ ഒരു കാര്യമല്ല. അവിടെ മാനസികമായി നിതിന് വലിയ രീതിയിലുള്ള ഒരു വിചാരണ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പോലീസിന്റെ FIR-ൽ അത് വ്യക്തമാക്കി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു വിചാരണ ഈ ലോൺ ആപ്പുകാരുടെ ഭീഷണിക്കൊപ്പം ഈ മുറിയിൽ, പ്രിൻസിപ്പളിന്റെ മുറിയിൽ നിതിന് ഒരു വിചാരണ നമുക്ക് കാണാം. 4 അധ്യാപകരുണ്ട്. നേരത്തെ അതിന് മുമ്പ് ഒരു അധ്യാപകൻ കൂടി ഉണ്ടായിരുന്നു.
അതിനുശേഷമാണ് ഇപ്പോൾ 3 അധ്യാപകരും അതുപോലെ തന്നെ പ്രിൻസിപ്പളും അടക്കമുള്ളവർ നിതിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ നിതിൻ്റെ ഫോൺ വാങ്ങി പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം നിതിൻ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് നിതിൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതെന്ന് പോലീസിന് കൃത്യമായി തന്നെ അതിന് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പുറത്തെ CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. ആ മുറിയിൽ നിന്ന് നിതിൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം 25 മിനിറ്റ് മാത്രമാണ് നിതിൻ ജീവിച്ചിരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ നമുക്ക് കാണാം, കൃത്യമായി തന്നെ നിതിനെ അവിടെ അധ്യാപകർ വിളിച്ചു വരുത്തുന്നതും നിതിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നതുമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. കേരള വിഷൻ ന്യൂസാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആദ്യമായി എത്തിക്കുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി വളരെ സ്വപ്നങ്ങളോടുകൂടി ഒരു ഡോക്ടറാവാൻ എന്ന സ്വപ്നത്തോടു കൂടി ഡെന്റൽ BDSനായി ആ അഞ്ചരക്കണ്ടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന ആ നിതിൻ എന്ന വിദ്യാർത്ഥി പിന്നീട് അവൻ മരിച്ചാണ് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. വലിയ അധിക്ഷേപങ്ങളൊക്കെ നേരിട്ടെങ്കിലും അവൻ മുന്നോട്ട് പോകാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അവന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അവൻ വലിയ വിഷമങ്ങൾ സഹിച്ച് പിന്നീട് മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അതിനു മുൻപ് നിതിൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് 25 മിനിറ്റ് മുമ്പ് നടന്ന ആ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.